നമസ്കാരം, ഞാൻ ചിത്ര. ഇന്ന് എന്തിന് താങ്ക്സ് പറയാമെന്ന് പറഞ്ഞാൽ, നമ്മുടെ ലൈഫിനെ സന്തോഷമായിട്ടും സൗകര്യമായിട്ടും വയ്ക്കുന്ന നമ്മുടെ പണ ഊർജ്ജത്തിന് നന്ദി പറയാം. പിന്നില്ലേ, നമ്മുടെ ചിന്തകളിനെ എങ്ങനെ ക്വാളിറ്റിയായി ഉള്ളതുപോലെ മാറ്റണമെന്ന് പ്രാക്ടീസ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ നമ്മുടെ ചിന്തകളിൽ നിറയെ കുപ്പകളുണ്ട്. അതായത് ഇത്ര വർഷങ്ങളായി നമ്മൾ ചേർത്ത് വെച്ച ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ നിറയെ ചിന്തകളുണ്ടല്ലോ. അപ്പോൾ അതുകളിലേക്ക് ആവശ്യമില്ലാത്തതൊക്കെ എടുത്ത് കളയണമെങ്കിൽ എന്ത് കാട്ടണം എന്ന് പറഞ്ഞാൽ, ഇനിയും പുതിയതായിട്ട് വേറെ ഇൻഫർമേഷൻസ് ഒന്നും നമ്മൾ കളക്ട് ചെയ്യാതിരിക്കണം. അതായത് ആവശ്യമില്ലാത്തതൊന്നും നമ്മൾ കളക്ട് ചെയ്യാതിരിക്കണം. അതിനെന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, നമ്മൾ കോൺഷ്യസ് ആയിട്ട് നമ്മൾ എന്താണോ നോക്കണത്, എന്താണോ കേൾക്കണത്, അതുമാതിരി നമ്മൾ കോൺഷ്യസ് ആയിട്ട് വേണ്ടാത്തതിനെ അവോയ്ഡ് ചെയ്യണം. ഈ പ്രാക്ടീസ് ഇത്തിരി ദിവസം ചെയ്യാം. പിന്നെ ഒരു ഈസി പ്രാക്ടീസ് എന്താണ് പറയട്ടെ, നമ്മുടെ ചിന്തകളെ ശരിയാക്കാൻ ഡെയിലി, അതായത് ഉറങ്ങി എണീച്ച് ഉടനെ, ഇപ്പോൾ നമുക്ക് എണീച്ച ഉടനെ നമുക്ക് ഫുൾ എനർജി ഉണ്ടാകുമല്ലോ. നമുക്ക് എനർജീനെ ഇപ്പോൾ ഒരു പാത്രത്തിലുണ്ട് എന്ന് എടുത്ത് വയ്ക്കാം. നമ്മുടെ എനർജീനെ ഇപ്പോൾ ഒരു പാത്രത്തിൽ, ഒരു ടംബ്ലറിൽ ഒഴിച്ച് വയ്ക്കണമെന്ന് വിചാരിക്കാം. ഇന്ന് ഉറങ്ങി എണീച്ച ഉടനെ ഇന്ന് നമ്മുടെ എനർജി ഇത്ര ഒരു ഹാഫ് ടംബ്ലർ ഉണ്ട് എന്ന് വയ്ക്കാം. ഇപ്പോൾ നമ്മൾ എനർജി നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ നമ്മൾ ചിലവാക്കുന്ന നേരം ഇന്ന് ഫുൾ ഡേ ഉണ്ടാകുമല്ലോ, അതിൻ്റെ നേരവും ഉണ്ടാകും. അപ്പോൾ നമ്മൾ 6 to 7, ഇപ്പോൾ എണീച്ച ഉടനെ 1 hour ഒരിക്കൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക. വേണമെങ്കിൽ ഒരു നോട്ടോ ഒരു പേനയും നോട്ടും എടുത്ത് ഈ ടൈമിൽ ഞാൻ ഇതൊക്കെ ചെയ്തു, എൻ്റെ എനർജിനെ ഇതിന് വേണ്ടി ഞാൻ ചിലവ് ചെയ്യണമെന്ന് എഴുതി വയ്ക്കുക. 6 to 7 ഞാൻ എന്ത് ചെയ്തു അങ്ങനെ എഴുതി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് 7 to 8 അതേമാതിരി ഉറങ്ങാൻ കിടക്കുന്നത് വരെ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനെ ഓരോ അവർക്ക് എഴുതി വയ്ക്കുക. ഗുഡ് നൈറ്റ് പറയുന്നവരെ എഴുതി വെച്ചിട്ടില്ലേ, ഈ ഹാഫ് ടംബ്ലറാണ് നമുക്ക് ഇന്ന് ഉറങ്ങി എണിച്ചിട്ട് കിട്ടിയ എനർജി. എനർജിനെ നമ്മൾ നല്ലതിനാണോ ഉപയോഗിച്ചിട്ടുള്ളത്, ഇല്ല ആവശ്യമില്ലാത്ത കാര്യങ്ങളിലാണോ ഉപയോഗിച്ചിട്ടുള്ളത്, ഏതിനാണ് നമ്മുടെ എനർജിനെ നമ്മൾ കളഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ നോക്കാം. അങ്ങനെ കോൺഷ്യസ് ആയിട്ട് നോക്കിയാലുണ്ടല്ലോ, വേണ്ടാത്തതെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്ത് നമ്മുടെ എനർജിനെ നമ്മുടെ നല്ല ചിന്തകൾക്ക് വേണ്ടി മാത്രം നമ്മൾ ചേർത്ത് വയ്ക്കും. ഓക്കെ, ബൈ.